നമസ്തേ, ഹാപ്പി മാത്സ് അവറിലേക്ക് സ്വാഗതം. ഞാൻ ആരതി. ഈ ക്ലാസ്സിൽ നമുക്ക് എന്താണ് പ്രൈം നമ്പേഴ്സ്, എന്താണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് ഡിസ്കസ് ചെയ്യാം. നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യം നമുക്ക് ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. കൗണ്ടിങ് നമ്പേഴ്സ് ആർ കോൾഡ് നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1, 2, 3, 4, 5, 6 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൽ പ്രൈം നമ്പേഴ്സും ഉണ്ടാകും, കോമ്പോസിറ്റ് നമ്പേഴ്സും ഉണ്ടാകും. ഇനി നമുക്ക് പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Prime numbers. Prime numbers are natural numbers whose factors are only 1 and that number itself. Prime numbers എന്ന് പറഞ്ഞാൽ natural numbers തന്നെയാണ്. എന്താണ് പ്രൈം നമ്പർ ആവാനുള്ള കണ്ടീഷൻ? അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം ആ നമ്പറും മാത്രമായിരിക്കും അതിന് ഫാക്ടേഴ്സ് ആയിട്ടുണ്ടാവുക. അതായത് രണ്ട് ഫാക്ടറേ പ്രൈം നമ്പറിന് ഉള്ളൂ. നമുക്ക് 1-2 എക്സാമ്പിൾസ് എടുത്ത് നോക്കാം. 2ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? 1ഉം 2ഉം. അതായത് 1 ഓൾവേസ് ഒരു ഫാക്ടർ ആണ്, അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. ടോട്ടൽ നമുക്ക് 2 ഫാക്ടേഴ്സേ ഉള്ളൂ. സോ 2 ഈസ് എ പ്രൈം നമ്പർ. ഇനി ഞാൻ 3 എടുത്ത് നോക്കുകയാണ്. 3 എടുത്ത് നോക്കിയാൽ 3യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1ഉം 3ഉം. ഒന്ന് 1 തന്നെയാണ്, ഒന്ന് 3 തന്നെയാണ് ഫാക്ടർ ആയിട്ട് വരുന്നത്. സോ ടോട്ടൽ നമുക്ക് 2 ഫാക്ടേഴ്സേ ഉള്ളൂ. സോ 3യും ഒരു പ്രൈം നമ്പർ ആണ്. 11 ഞാൻ എടുത്തു. 11ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്? 1ഉം 11ഉം. അതായത് ഒന്ന് 1, ഒന്ന് 11. അതായത് ആ നമ്പർ തന്നെയാണ്. സോ ടോട്ടൽ നമുക്ക് 2 ഫാക്ടേഴ്സേ ഉള്ളൂ. സോ 11ഉം ഒരു പ്രൈം നമ്പർ ആണ്. അതുപോലെ ഞാൻ 29 എടുത്ത് നോക്കി. 29 എടുത്താലോ? 29ന് 2 ഫാക്ടേഴ്സേ ഉള്ളൂ, 1ഉം 29ഉം അല്ലെ. ടോട്ടൽ 2 ഫാക്ടേഴ്സേ ഉള്ളൂ. സോ 29 ഒരു പ്രൈം നമ്പർ ആണ്. സോ ഇങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു 12 എടുത്തു. 12ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 12ന്റെ ഫാക്ടേഴ്സ് നോക്കിയാൽ നമുക്ക് 1 കിട്ടും, 2 കിട്ടും, 3, 4, 6, 12. നോക്കിക്കേ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 6 ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. ഇങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്കപ്പോൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. കോമ്പോസിറ്റ് നമ്പേഴ്സ് ആർ നമ്പേഴ്സ് ഹാവിംഗ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. രണ്ടിലധികം ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ എടുക്കാം. 8ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1, 2, 4, 8. ഇവിടെ നോക്കിക്കേ 4 ഫാക്ടേഴ്സ് ഉണ്ട്. സോ ദിസ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. 8 എന്ന് പറഞ്ഞാൽ ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അതുപോലെ ഞാൻ ഒരു 16 എടുക്കാം. 16ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാ വരിക? 1, 2, 4, 8, 16. 5 ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള കേസിൽ 16 എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പോസിറ്റ് നമ്പർ ആണ്. നമുക്ക് പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും കുറച്ചുകൂടെ എക്സാമ്പിൾസ് എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. 2 എന്നൊരു നമ്പർ ഞാൻ എടുത്തു. 2ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1ഉം 2ഉം. അതായത് 1ഉം ആ നമ്പർ ഇറ്റ്സെൽഫും. ടോട്ടൽ 2 ഫാക്ടേഴ്സേ ഉള്ളൂ. സോ ദിസ് ഈസ് എ പ്രൈം നമ്പർ. ഇനി 3 എടുത്തു. 3യുടെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1ഉം 3ഉം. അതായത് 1ഉം ആ നമ്പർ ഇറ്റ്സെൽഫ്. ആ നമ്പർ ഇറ്റ്സെൽഫ് 3 തന്നെ. സോ ടോട്ടൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 2 ഫാക്ടേഴ്സ്. സോ ദിസ് ഈസ് എ പ്രൈം നമ്പർ. ഇനി 4 എടുക്കാം. 4ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1 കിട്ടും, 2 കിട്ടും, 4 കിട്ടും. ടോട്ടൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക്? 3 ഫാക്ടേഴ്സ്. സോ 4 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. ഇനി 5 എടുത്തു. 5ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1ഉം 5ഉം. അതായത് 1ഉം ആ നമ്പർ ഇറ്റ്സെൽഫും മാത്രം അല്ലെ. അപ്പൊ ടോട്ടൽ നമുക്ക് 2 ഫാക്ടേഴ്സേ ഉള്ളൂ. സോ 5 എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം നമ്പർ ആണ്. ഇനി 6 എടുത്തു. 6ന്റെ ഫാക്ടേഴ്സ് നമുക്ക് ആരൊക്കെ കിട്ടും? 1, 2, 3, 6. അതായത് ടോട്ടൽ നമുക്ക് 4 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഇനി 7 എടുത്ത് നോക്കാം. 7 എടുത്താൽ 7ന് 2 ഫാക്ടേഴ്സ് ആണുള്ളത്, 1ഉം 7ഉം. സോ 1 ആ നമ്പർ ഇറ്റ്സെൽഫ്. മൊത്തത്തിൽ 2 ഫാക്ടേഴ്സ് ആണുള്ളത്. സോ ദിസ് ഈസ് എ പ്രൈം നമ്പർ. 8ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1, 2, 4, 8. ടോട്ടൽ നമുക്ക് 4 ഫാക്ടേഴ്സ് ഉണ്ട്. സോ 8 എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് നമ്പർ ആണ്. ഇനി 9 എടുത്ത് നോക്കിക്കേ. 9ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1, 3, 9. 9ന് 3 ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ഇസ് എ കോമ്പോസിറ്റ് നമ്പർ. ഇനി 10 എടുത്താലോ? 10ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1, 2, 5, 10. ടോട്ടൽ 4 ഫാക്ടേഴ്സ് ഉണ്ട്. സോ 10 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഇനി ഞാൻ 19 എടുക്കുകയാണ്. 19ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1ഉം 19ഉം മാത്രമേ ഉള്ളൂ. 1 ഒരു ഫാക്ടർ, 19 മറ്റൊരു ഫാക്ടർ. സോ ടോട്ടൽ 2 ഫാക്ടേഴ്സ്.
അതുകൊണ്ട് 19 ഒരു പ്രൈം നമ്പർ ആണ്. ഇനി 21 എടുത്ത് നോക്കാം. 21ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1, 3, 7, 21. എത്ര ഫാക്ടേഴ്സ് വരുന്നുണ്ട്? 4 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. സോ 21 എന്ന് പറഞ്ഞാൽ ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. ഇനി ഞാൻ ജസ്റ്റ് 43 എടുത്തു. 43 എടുക്കുകയാണെങ്കിൽ 43യുടെ ഫാക്ടേഴ്സ് 1ഉം 43 മാത്രമാണ്. സോ 2 ഫാക്ടേഴ്സേ ഉള്ളൂ അല്ലേ? സോ ഇത് ഒരു പ്രൈം നമ്പർ ആണ്. സോ ഓൾവേസ് കീപ് ഇൻ മൈൻഡ് 1ഉം ആ നമ്പറും ഇറ്റ്സെൽഫ് മാത്രമായിട്ട് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. only even prime number is 2. നമുക്ക് ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ, അത് 2 ആണ്. കാര്യം എന്താണ്? ആരൊക്കെയാണ് 2ന്റെ ഫാക്ടേഴ്സ്? 1ഉം 2ഉം മാത്രം. അതായത് ഒരു ഫാക്ടർ 1, ഒരു ഫാക്ടർ ആ നമ്പർ ഇറ്റ്സെൽഫ്. സോ ടോട്ടൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് 2ന്? 2 ഫാക്ടേഴ്സേ ഉള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. 2 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പറുമാണ്, അറ്റ് ദ സെയിം ടൈം അതൊരു പ്രൈം നമ്പറുമാണ്. ബാക്കി എല്ലാ പ്രൈം നമ്പേഴ്സും എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ബാക്കി പ്രൈം നമ്പേഴ്സിന്റെ ഒരു സെറ്റ് നമുക്ക് നോക്കാം. 3, 5, 7, 11, 13, 17 ഇതിങ്ങനെ പോകും. ബാക്കി ഏത് പ്രൈം നമ്പർ നോക്കിയാലും അതൊരു ഓഡ് നമ്പർ ആയിരിക്കും. All even numbers other than 2 are composite numbers. അതുപോലെ തന്നെ 2 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഈവൻ നമ്പേഴ്സും, അതായത് 4, 6, 8, 10 ഇങ്ങനെ പോകുന്ന എല്ലാ ഈവൻ നമ്പേഴ്സും എന്തായിരിക്കും? കോമ്പോസിറ്റ് നമ്പേഴ്സ് ആയിരിക്കും. കാര്യം എന്താ? നമ്മൾ ഏത് ഈവൻ നമ്പർ നോക്കിയാലും നമുക്ക് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉറപ്പായിട്ടും ഉണ്ടാവും. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് നോക്കാം. 1 is neither a prime number nor a composite number. 1 ഒരു പ്രൈം നമ്പറും അല്ല, ഒരു കോമ്പോസിറ്റ് നമ്പറും അല്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 1ന് ഒരേ ഒരു ഫാക്ടറേ ഉള്ളൂ, അത് 1 മാത്രമാണ്. First few prime numbers are 2, 3, 5, 7, 11, 13, etc. ഇവിടെ നോക്കിക്കേ, 2 മാത്രമേ ഉള്ളൂ ഈവൻ, ബാക്കി എല്ലാവരും എന്താണ്? ഓഡാണ്. പ്രൈം നമ്പേഴ്സ് ഫ്രം 1 to 100. ഞാൻ 1നും 100നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്, ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.